ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 18-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. വാർത്ത കേരളത്തിലെ 2 IAS ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ടാണ് അവരെ സസ്പെൻഡ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഒരു IAS ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം, അതുപോലെ തന്നെ കണ്ടക്ട് റൂൾസുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത് എന്നാണ് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 2 പേരെയാണ്, ഒന്ന് N പ്രശാന്ത് എന്ന് പറയുന്ന IAS ഓഫീസറെയാണ്. അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസർ ആയിട്ടുള്ള A ജയതിലകിനെതിരെ ഡിറോഗേറ്ററി ആയിട്ടുള്ള മോശം അർത്ഥത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴി ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ തെറ്റായ വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ജയതിലക് ശ്രമിച്ചു. അതിനെതിരെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റൂൾ വയലേഷൻ ആയിട്ട് പറയുന്നത് ദ ആക്ഷൻ വാസ് ഡീംഡ് ആസ് അൺബിക്കമിങ് ഓഫ് IAS റോ. ഒരു IAS ഓഫീസറുടെ ക്വാളിറ്റിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് അൺബിക്കമിങ് ആയപ്പോഴാണ് അത് സർവീസ് റൂളിൻ്റെ വയലേഷൻ ആണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വഴി സീനിയർ ഓഫീസറിനെ വിമർശിക്കുക എന്ന് പറയുന്നത് അത് അൺബിക്കമിങ് ഓഫ് എൻ IAS ഓഫീസർ ആണ് എന്ന കാരണമാണ് സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി കേസ് 2 എന്ന് പറയുന്നത് K ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു IAS ഓഫീസറെയാണ്. അദ്ദേഹം റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായി, മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുവഴി ഈ ഒരു IAS ഓഫീസേഴ്സിൻ്റെ ഇടയിൽ ഡിസ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് കാരണം. അതിൻ്റെ ഡിഫൻസ് കാരണം പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്കഡ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിൽ അത്തരത്തിൽ ഹാക്ക് ചെയ്തതായിട്ടുള്ള എവിഡൻസുകളൊന്നും കിട്ടിയില്ല. അദ്ദേഹം തന്നെയാണ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് കരുതുന്നത്. ബിക്കോസ് അദ്ദേഹം ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഫോൺ ഫോർമാറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടൊക്കെയാണ് നൽകിയിട്ടുണ്ടായിരുന്നതെന്നുണ്ട്. അവിടെയും കാരണം പറഞ്ഞിരിക്കുന്നത് അൺബിക്കമിങ് ഓഫ് എൻ IAS ഓഫീസറാണ്. കാരണം ഒരു IAS ഓഫീസർ എങ്ങനെയായിരിക്കണോ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ഇത് സർവീസ് റൂൾസിൻ്റെ വയലേഷൻ ആണ്. ഇതാണ് 2 പേരെയും സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം. ഇനി ഇതിലെല്ലാം മെൻഷൻ ചെയ്യുന്നത് ഓൾ ഇന്ത്യ സർവീസ് കണ്ടക്ട് റൂൾസ് 1968 ആണ്. കാരണം ഇതാണ് ഓൾ ഇന്ത്യ സർവീസിലുള്ള IAS കാരും IPS കാരും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസുകാരുമായിട്ടുള്ള ആൾക്കാരും, ഇവരെയാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഇവരുടെ റൂൾസ് ഔട്ട്ലൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1968 ഉള്ള റൂളിലാണെന്ന് ഓർത്ത് വെക്കുന്നത് തന്നെ. ഇതിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ഓണസ്റ്റി, സത്യസന്ധത, എത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ്, ഇന്റഗ്രിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പെടുത്തുക, പൊളിറ്റിക്കലി ന്യൂട്രൽ ആവുക എന്നുള്ളതാണ് മറ്റൊരു ബേസിക് ആയിട്ടുള്ള ആ ക്വാളിറ്റി. മറ്റൊന്നാണ് പബ്ലിക് മീഡിയയോട് റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യുക. മീഡിയ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെന്റിന്റെ പോളിസികളെയും മറ്റും ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് അത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രയർ സാങ്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ജനറൽ പ്രിൻസിപ്പിളിൽ നിന്നുള്ള അഡ്ഹിയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് അൺബിക്കമിങ് ബിഹേവിയർ, ഒരു IAS ഓഫീസർ ആണെന്ന് തോന്നാത്ത ബിഹേവിയർ വരികയാണെങ്കിൽ, ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്നുള്ള ഒരു ഡീവിയേഷൻ വരുന്നതാണെങ്കിൽ അതും ഒരു വയലേഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഈ അൺബിക്കമിങ് ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടേം ആണെന്ന് ഓർത്ത് വെക്കുക. കാരണം ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചിട്ടാണ് ഇത് വരുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു IAS ഓഫീസർ അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ അല്ലെങ്കിൽ IFS ഓഫീസർ അദ്ദേഹത്തിന്റെ ബിഹേവിയർ അത് അങ്ങനെയല്ല ഒരു IAS ഓഫീസർ പെരുമാറേണ്ടത് എന്ന് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ ഗ്രൂപ്പിന് തോന്നുകയാണെങ്കിൽ അതൊരു അൺബിക്കമിങ് ബിഹേവിയർ ആയിട്ട് മാറുമെന്ന് ഓർത്ത് വെക്കുക. അത് വളരെ സബ്ജക്റ്റീവ് ആണ് എന്നുള്ള ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പൊ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോ ഒന്നും തന്നെയില്ല. എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഈ ഒരു അൺബിക്കമിങ് ബിഹേവിയർ എന്ന് വെച്ചാൽ വളരെ ബ്രോഡ് ടേമാണ്, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടേമാണ്, ഓപ്പൺ ടു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. കാരണം അദ്ദേഹം അങ്ങനെ ചെയ്തത് അതൊരു അൺബിക്കമിങ് ബിഹേവിയർ ആണ്, അങ്ങനെ ഒരു അല്ല ഒരു IAS ഓഫീസർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഫ്രെയിം വർക്കിന്റെ അകത്ത് ആൾക്കാരെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിനെതിരെ വന്ന പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം ജൂനിയർ ഓഫീസേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജൂനിയർ ഓഫീസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളും, പ്രത്യേകിച്ചും സീനിയേഴ്സ് ഓഫീസേഴ്സ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥരെ ടാർഗറ്റ് ചെയ്യുന്ന സാഹചര്യം
ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റെക്കമെൻഡേഷൻസ് ആയിട്ട് ഓതേഴ്സ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് സിവിൽ സർവൻസിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക. അതേപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നൽകുക. എന്താണ് അൺബിക്കമിങ് ബിഹേവിയർ എന്നുള്ളത് കുറെ കൂടി ക്ലാരിറ്റിയോടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു സജഷൻ ആയിട്ട് ഓതർ പറയുന്നതെന്ന് ഓർത്തു വെക്കുക. അടുത്തത് നമ്മുടെ തേനീച്ചകൾക്കിടയിൽ ബീസിന്റെ ഇടയിലൊക്കെ ഈ പുതിയ പുതിയ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരുന്നുണ്ട്. ഇത് വേൾഡ് എക്കണോമിയെ തന്നെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഈ ബീസിന്റെ ഇടയിൽ വരുന്ന രോഗങ്ങൾ, എന്താണ് ഇതിന്റെ കാരണം, എങ്ങനെയാണ് ഇത് ലോക എക്കണോമിയെ ബാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.